ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ കയ്യിലുള്ള സവാളയുടെ തൊലി, അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ ഞെട്ട്, വെളുത്തുള്ളി തൊലി, ഇപ്പോൾ ഈ തുള്ളിത്തൊലിയുടെ വേസ്റ്റ് മൊത്തവും നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് എല്ലാം കൂടെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു സത്തുണ്ടല്ലോ, അതൊരു നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ്. ഇതൊന്ന് തിളച്ച് അതിൻ്റെ ഇതെല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. 1-2 പച്ചമുളക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം അതുകൊണ്ട് തിളച്ച് വെള്ളമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാത്ത പഴയ അരിപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് നമുക്ക് കുപ്പിക്കകത്തോട്ട് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് നേരിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മളെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് തൊലിയൊക്കെ നമുക്ക് ചെടിക്കകത്തിട്ട് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഒഴിച്ചാൽ ചെടികളൊക്കെ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് വിനാഗിരി ഒഴിക്കാത്തത്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഒഴിക്കുന്ന കുപ്പിക്കകത്തോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് മാത്രം മതി. അപ്പോൾ നമ്മൾ ഉള്ളിത്തൊലിയുടെ വേസ്റ്റിനകത്തോട്ട് ഒഴിക്കാത്തതെന്ന് വെച്ചാൽ ചെടികളൊക്കെ ഉണങ്ങിപ്പോകും. നമ്മൾ അതിൻ്റെ വേസ്റ്റ് ചെടിക്കൊക്കെ കൊണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുപ്പിക്കകത്ത് വിനാഗിരി ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പം വിനാഗിരി അല്ല എങ്കിൽ ഡെറ്റോളാണേലും മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഈച്ച, അതേപോലെ തന്നെ പല്ലി, പാറ്റ, ചെറിയ പ്രാണികൾ, ചെറിയ ഈച്ചകൾ, അപ്പോൾ അതെല്ലാം വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു ടവൽ വെച്ച് തുടച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ്. ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ടവൽ വെച്ച് എവിടെയൊക്കെയാണോ നമുക്ക് അവിടെയൊക്കെ തുടച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും നമ്മളെ ടീപ്പോയിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി.